കർത്തൻ തൻ വരവ് സമീപമായി, കാലങ്ങളധികം ഏറെയില്ല. പ്രത്യാശ പുരുഷനെ കണ്ടിടുവാൻ കാന്തയാം സഭയെ നീയൊരുങ്ങിടുക. ദൈവസഭയിലുള്ളവർ വളരെ അലേർട്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദുരുപദേശത്തിനെതിരെ നല്ല അലേർട്ടായിരിക്കണം. കാര്യം എവിടെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ദുരുപദേശക്കാരൻ നുഴഞ്ഞു കയറുന്ന ഒരു കാലഘട്ടമാണിത്. ദേ ക്രെപ്റ്റ് അൺനോട്ടീസ്ഡ്. എന്തിനു വേണ്ടിയാണ്? മോഷ്ടിപ്പാൻ. കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് പോലെ നുഴഞ്ഞു കയറുക അറിയാതെ. അതായത് ഞാനൊരു ദുരുപദേശക്കാരനാണെന്നും പറഞ്ഞുകൊണ്ടല്ല ഇവരാരും വരുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അവർ വളരെ ഭക്തന്മാരുടെ വേഷം ധരിച്ചാണ് വരുന്നത്. എന്നാൽ അവർ അഭക്തരാണ്. ഭക്തന്മാരുടെ വേഷം ധരിച്ചു വരുന്നു, പക്ഷെ അവർ അഭക്തരാണ്. അവർ അൺഗോഡ്ലിയാണ്. ദൈവമല്ല അവരുടെ പ്രാഥമികമായ കാര്യം. അവരുടെ ഐഡന്റിറ്റി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഭക്തി കാണിച്ചു വരുന്നു. ചിലപ്പോൾ അമിത ഭക്തിയും കാണിച്ചു വന്നിരിക്കും. ഭക്തി മാത്രമല്ല, അമിത ഭക്തി കാണിച്ചു വന്നിരിക്കും. പക്ഷേ ഒരു വ്യക്തിയെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടത് എപ്പോഴും അവൻ്റെ ഭക്തിയോ അവൻ കാണിക്കുന്ന ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ല, പ്രത്യുത അവൻ്റെ ഉപദേശത്തെക്കുറിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. അമിത ഭക്തി കാണിക്കുമ്പോൾ അങ്ങ് വിശ്വസിച്ച് പോകരുത്. ചിലപ്പോൾ അവർ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുമായിരിക്കും, അല്ലെങ്കിൽ തള്ളുമ്പോൾ താഴെ വീഴുമായിരിക്കും, അല്ലെങ്കിൽ കണ്ണടച്ച് വലിയ വെളിപ്പാടൊക്കെ പറയുമായിരിക്കും, ചിലപ്പോൾ കസേര എടുത്തുകൊണ്ട് ഓടുമായിരിക്കും. എന്തൊക്കെയാ കാണിക്കുന്നത്? ഈ ദുരുപദേശക്കാർ കാണിക്കുന്ന ഗിമ്മിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെയ്ഗൻ റിലീജിയനിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള എക്സ്റ്റസിവന്മാർ കാണിക്കുന്നു. ശരിക്കും ആഫ്രിക്കയിലൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ ആഫ്രിക്കയിലൊക്കെ കാണിക്കുന്ന ദുർമന്ത്രവാദികൾ കാണിക്കുന്നത് പോലെയുള്ള ചേഷ്ടകളാണ് ഇവന്മാർ കാണിക്കുന്നത്. ഈ ദുർമന്ത്രവാദികളുടെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവന്മാർ ട്രമ്മൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ലെവലിലാകും അവന്മാർ. അവർ കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ച് ഭക്തരാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് കണ്ടു വീണു പോകരുത്. നമ്മളവൻ്റെ ഉപദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ ഭക്തി കാണിച്ചിട്ട് നിങ്ങളെ പാപത്തിന് അടിമകളാക്കുകയാണ്. അതുകൊണ്ട് ഇവർ പ്രസംഗിക്കുന്നത് എന്താണ്? പ്രസംഗിക്കുന്നത് പാപം കുഴപ്പമില്ലെന്നാ. അവിടെ 4-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. അതാണ് അവിടെ ആദ്യം ചെയ്യുന്ന കാര്യം. പ്രസംഗിക്കുന്ന എന്തിനെ കുറിച്ചാണ്? കൃപ, 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 കൃപ. വേണമെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വാക്ക് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആത്മീയം ഉണ്ടെന്നാണ് നമ്മളെ ചിന്ത. ഫയർ, 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 പവർ, 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 പവർ എന്നൊക്കെ കിടന്ന് അലച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം ആത്മീയമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, കൃപ എന്നുള്ള വാക്ക് തെറ്റല്ല, ദൈവകൃപ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപയുടെ അടിസ്ഥാന ഉപദേശം, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ് ദൈവകൃപ. അതിന് സംശയമില്ല. കൃപയുടെ പേര് പറയുന്നു, പക്ഷെ കൃപയുടെ പേര് പറഞ്ഞ് അവർ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നു. അവിടെയാണ് പ്രശ്നം. അതാണ് ഈ ഹൈപ്പർ ഗ്രേസിന്റെ പ്രത്യേകത. പാപം കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, ഭയങ്കര സന്തോഷം ആൾക്കാർക്ക്. പാപം കുഴപ്പമില്ല. ജോസഫ് പ്രിൻസ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടുത്തെ ഹൈപ്പർ ഗ്രേസുകാരെല്ലാം പറയുന്നത്. ഗ്രേസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ കൃപയുടെ വലിയ കമ്മ്യൂണിറ്റിയൊക്കെയാണ്. പക്ഷേ ഈ ജോസഫ് പ്രിൻസിന്റെ അനുയായികൾ ജോസഫ് പ്രിൻസ് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സായിപ്പ് പറഞ്ഞതെല്ലാം ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നു. പക്ഷെ സായിപ്പിന്റെ പേരവർ പറയത്തില്ല, ഞങ്ങൾ പറഞ്ഞതാണെന്നേ പറയത്തുള്ളൂ. അത് തന്നെ കള്ളത്തരമാണ്. അവർ പറഞ്ഞൊന്നുമല്ല, ഈ സായിപ്പ് പറഞ്ഞതാ. സിംഗപ്പൂരുകാരൻ സായിപ്പ് പറഞ്ഞത് അതുപോലെ കോപ്പി അടിച്ചിട്ട് പറയുന്നത് എന്താണ്? കൃപ വന്നതോടുകൂടെ ഇനിയിപ്പോൾ പാപമില്ല. ജോസഫ് പ്രിൻസ് പറയുന്നതാണ്. ടെറ്റലസ്റ്റായി, സകലതും നിവൃത്തിയായി, കൊടുത്തു വീട്ടി, അതുകൊണ്ട് ഇനിയിപ്പോൾ ന്യായപ്രമാണമില്ല, പാപമില്ല, എല്ലാം തീർന്നു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ, ഇതാണ് ജോസഫ് പ്രിൻസിന്റെ ഉപദേശം, നിന്റെ കഴിഞ്ഞകാല പാപം മാത്രമല്ല
നിന്റെ ഇപ്പോഴത്തെ പാപങ്ങളും ഇനി നീ ചെയ്യാനിരിക്കുന്ന പാപങ്ങളും ഓൾറെഡി ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ പാപത്തെക്കുറിച്ച് നീ പറയേണ്ട കാര്യമില്ല. ഞാനിത് വെറുതെ പറയുന്നൊന്നുമല്ല. ഒരിക്കൽ ഞാൻ ജോസഫ് പ്രിൻസിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഒരുത്തൻ എന്നെ വിളിച്ചു. ജോസഫ് പ്രിൻസിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടല്ലോ, വല്ലതും വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ. ഏത് പുസ്തകത്തിലാ? ഞാൻ പറഞ്ഞ പുസ്തകം മാത്രമല്ല, അധ്യായവും പേജും കൂടെ പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന അധ്യായത്തിൽ, ഇന്ന പുസ്തകത്തിൽ, ഇന്ന അധ്യായത്തിൽ ഇത്രാമത്തെ പേജിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പം വായിച്ചിട്ടുണ്ടല്ലേ? ഇത് വെറുതെ പറയുന്നൊന്നുമല്ല, ചുമ്മാ പറയുന്നതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ജോസഫ് പ്രിൻസ് പറഞ്ഞ വാചകമാണിത്. When Jesus died on the cross, everything is forgiven. Your past sins, your present sins, and even your future sins, it is all forgiven. So forget about sins. ജോസഫ് പ്രിൻസ് പറയുന്നത് പാപം ഏറ്റു പറയണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പാപം ഏറ്റു പറയേണ്ട കാര്യമില്ല. കാര്യം പാപം ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്തോ ഏറ്റു പറയാന്? അതിൻ്റെ പിന്നാലെ പോകുന്നതായ ഈ യങ്ങർ ജനറേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ചങ്ക് പൊട്ടി പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്കറിയാം യങ്ങർ ജനറേഷന് ഭയങ്കര ഇഷ്ടം ഇതെല്ലാം കേൾക്കാൻ. കാര്യം പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ, സുഖിക്കാമല്ലോ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമുക്കിഷ്ടമുള്ളത് പ്രസംഗകരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പഴയ കാലത്തെ പ്രസംഗങ്ങൾ, കൊച്ചുകുഞ്ഞുശിയുടെ കാലത്തും മറ്റും ഉണ്ടായിരുന്ന പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് നിത്യതയെ ദർശനം കണ്ട് ജീവിക്കുന്ന വ്യക്തികളോടാണ് കൊച്ചുകുഞ്ഞുദേശി പ്രസംഗിച്ചത്. അതുകൊണ്ട് കൊച്ചുകുഞ്ഞുദേശി പറഞ്ഞു, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചെന്നാൽ മതി. കാര്യം കേൾക്കുന്നവർക്കും അത് മതിയായിരുന്നു. കാര്യം അവരും മോഹിച്ചത് എന്താണ്? താതൻ്റെ സന്നിധിയിൽ ചെല്ലാനാ. താതൻ്റെ സന്നിധി ചെല്ലാൻ അവർ ആഗ്രഹിച്ചത്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. അന്നുള്ളവർക്ക് അത് മതിയായിരുന്നു. കാര്യം അവർ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരാ. അതുകൊണ്ട് അന്നത്തെ പ്രസംഗങ്ങളും എങ്ങനെയുള്ളതായിരുന്നു? നിത്യതയുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെ കണ്ടുകൊണ്ട് സ്വർഗീയമായതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പ്രസംഗങ്ങളും പാട്ടുകളുമായിരുന്നു ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അതാ ഒരു തലമുറ മുഴുവൻ എൻജോയ് ചെയ്തു. അതവരുടെ ഹൃദയത്തിൻ്റെ പാട്ടാ. അവർ കേട്ട വചനം അവരുടെ ഹൃദയം കൊതിച്ച വചനങ്ങളാ. അതിനുവേണ്ടി കാത്തിരുന്നവരാണവർ. അവർക്ക് നിത്യത മതിയായിരുന്നു. അതിനുവേണ്ടിയുള്ള വലിയ മോഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചയോടുകൂടി അവരൊക്കെ കാത്തിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചായിരുന്നു പ്രസംഗങ്ങളെല്ലാം. ഭൂമിയിൽ നമ്മൾ സഹിക്കുന്ന കഷ്ടങ്ങളൊക്കെയും അത്യന്തം അനവധിയായി തേജസ്സിന് വേണ്ടി നമ്മൾ മുൻനിയമിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കത്തക്ക നിലയിൽ ആളുകൾ പ്രസംഗിച്ചു. കാര്യം അതായിരുന്നു ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടെന്ന് തന്നെയല്ല, അങ്ങനെയാണ് ജനങ്ങൾ ജീവിച്ചത്. എന്നാൽ അതിൻ്റെ അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറയാൻ തുടങ്ങി, അല്ല സ്വർഗത്തിൽ പോകണം, പക്ഷെ ഭൂമിയിലും ജീവിക്കണ്ടായോ? അതുകൊണ്ട് എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇവിടെ ജീവിച്ചേച്ച് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് തന്നെ എടുക്കാനാ? ഇവിടെയും വല്ലതും വേണം. ഭൂമിയിൽ നമുക്കെന്തെങ്കിലും ഇല്ലാതെ പറ്റുമോ? നമ്മൾ ദൈവമക്കളല്ലേ, അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നമുക്കൊന്ന് സൂഹിക്കണ്ടേ? അപ്പൊ പിശാച് പറഞ്ഞു, സംഗതി ഫിറ്റായി, കുറെ എണ്ണത്തിനെ പറഞ്ഞു വിട്ടു, നീ ചെന്ന് പറ ഇവിടെയും കിട്ടുമെന്ന്. അങ്ങനെ പിശാച് പറഞ്ഞു വിട്ടതാണ് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്. നിത്യതയുടെ ദർശനത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിക്കളയാൻ പിശാച് അയച്ച ദൂതന്മാരാണ് ഭൂമിയിലെ ഭൗതിക മോഹങ്ങൾ കൊടുത്ത പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്. കാര്യം ജനങ്ങളുടെ സന്തോഷം അതായിരുന്നു, ജനങ്ങളുടെ ഇഷ്ടം അതായിരുന്നു. അവർക്ക് നിത്യത വേണ്ട. അതുകൊണ്ട് ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് നിത്യതയെക്കുറിച്ച് സംസാരിച്ചേ ഇല്ലല്ലോ. ഒറ്റ ഒരാൾ പോലും പറഞ്ഞില്ല. നിത്യതയെക്കുറിച്ച് ഒരു സംസാരവും ഇല്ല. നേരത്തെ നിത്യതയെക്കുറിച്ച് മാത്രമേ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നപ്പോഴത്തേക്ക് നിത്യതയെക്കുറിച്ച് പ്രസംഗങ്ങളേ ഇല്ലാതായി. എല്ലാം ഭൂമിയിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമായി. കാര്യം ജനങ്ങൾ കൊതിക്കുന്നത്
പിശാച് കൊടുത്തു. അത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ. അവരൊക്കെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി അവരുടെ എല്ലാം മോഹം അല്പം ചില പൈസയൊക്കെ ഉണ്ടാക്കി, സാമ്പത്തികമായ ഒരു മേന്മയൊക്കെ ഉണ്ടാക്കി, ഒരു വീട് പണിത്, ഒരു കാറ് വാങ്ങിച്ച് അല്പം സുഖമായിട്ടൊക്കെ ജീവിക്കണം. പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രോസ്പെരിറ്റി പ്രീച്ചർ എന്ന് പറഞ്ഞു, നീ സ്വപ്നം കാണ്, കാറ് നീ സ്വപ്നം കാണ്, വീട് നീ സ്വപ്നം കാണ്, നിന്റെ സമ്പത്ത് നീ സ്വപ്നം കാണ്, എല്ലാം നിനക്കുള്ളതാ. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇവർ പ്രസംഗിക്കാൻ തുടങ്ങി. പിശാചിന് സന്തോഷമായി. കാര്യം നിത്യതയെക്കുറിച്ച് ആലോചിക്കത്തില്ലല്ലോ. നിത്യതയുടെ ദർശനത്തിൽ നിന്ന് ജനങ്ങളെ പിടിച്ചു മാറ്റാൻ പ്രോസ്പെരിറ്റി പ്രീച്ചറെ പിശാച് അയച്ചു. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് സമ്പാദ്യവും വേണ്ട, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആകെ സുഖിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യങ്ങർ ജനറേഷൻ പൈസ സമ്പാദിക്കാനായിട്ടൊന്നും നോക്കുന്നൊന്നുമില്ല. അവന് പണമൊന്നും വേണ്ട, അവന് സുഖിക്കണം. എല്ലാ ജഡീക സുഖങ്ങളും അവന് വേണം. അവന് കള്ളു കുടിക്കണം, അവന് വ്യഭിചരിക്കണം, അവന് സുഖിക്കണം, അവന് കറങ്ങി നടക്കണം. അവന് ദൈവമൊന്നും വിഷയമല്ല, അവന് ആത്മീയമൊന്നും വിഷയമല്ല. അവന് സുഖിക്കാൻ പറ്റുന്ന, അവന് സുഖം കൊടുക്കുന്ന, അതിനെ സഹായിക്കുന്ന. പിന്നെ നരകത്തിൽ പോകണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹമില്ല. ഇതൊക്കെ ചെയ്തേച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാനും സന്തോഷം. അപ്പോഴാണ് പിശാച് ഹൈപ്പർ ഗ്രേസുകാരനെ പറഞ്ഞു വിട്ടത്. നീ ചെന്ന് പറ, ഇഷ്ടം പോലെ സുഖിച്ചോ, കുടിക്കണേ കുടിച്ചോ, സ്വത്രം ചെയ്തുകൊണ്ടെങ്കിൽ കുടിച്ചാൽ മതി. കുടിക്കുന്ന കൂട്ടത്തിൽ ആരും പാത്തും പതുങ്ങി ഒന്നും കുടിക്കാണ്ട് എന്തോ ചെയ്താൽ മതി, സ്വത്രം ചെയ്ത് കുടിച്ചാൽ കുഴപ്പമില്ലെന്ന് ഹൈപ്പർ ഗ്രേസുകാരനെ പറഞ്ഞു വിട്ടു. നീ വ്യഭിചരിക്കണോ, വ്യഭിചരിച്ചോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ പിശാച് ജനങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിത്യതയിൽ നിന്ന് അവനെ മാറ്റുവാനുള്ള ഏത് സന്ദേശവും കൊടുക്കാൻ തയ്യാറാണ്. അതാണ് ഹൈപ്പർ ഗ്രേസുകാരൻ പറഞ്ഞത്. പാപം ഇല്ല, അങ്ങനൊരു കാര്യമൊന്നുമില്ല. നീ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഓൾറെഡി കൃപ കൊണ്ടങ്ങ് മൂടിക്കഴിഞ്ഞു. യു ആർ ഇൻസുലേറ്റഡ് വിത്ത് ഗ്രേസ്. ഇതാണ് ഹൈപ്പർ ഗ്രേസുകാരൻ്റെ ഉപദേശം. ദർ ഇസ് നോ നീഡ് ഫോർ കൺഫെഷൻ. യു ആർ ഇൻസുലേറ്റഡ് വിത്ത് ഗ്രേസ്. ഈവൻ ഇഫ് യു ഫോൾ ഇൻ ടു സിൻ, നോ പ്രോബ്ലം. പാപത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നീ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വെൻ യു ആർ ഫോളിങ് ഇൻ ടു സിൻ, ജോസഫ് പ്രിൻസിന്റെ വാക്ക, വെൻ യു ആർ ഫോളിങ് ഇൻ ടു സിൻ, യു ആർ നോട്ട് ഫോളിങ് ഫ്രം ഗ്രേസ്, യു ആർ ഫോളിങ് ഇൻ ടു ഗ്രേസ്. നീ പാപത്തിൽ വീഴുമ്പോൾ നീ കൃപയിൽ നിന്ന് വീഴുകയല്ല, നീ കൃപയിലേക്ക് വീഴുകയാണ്, മെത്തപ്പുറത്തോട്ട് വീഴുന്ന പോലെ. അതാണ് ജോസഫ് പ്രിൻസ്, അതാണ് ഹൈപ്പർ ഗ്രേസുകാരൻ ഇവിടെയും പ്രസംഗിക്കുന്നത്. പേര് ഗ്രേസ്, ഗ്രേസിന്റെ പേരില്ല, എല്ലാം കൃപയുടെ പേരില്ല. പക്ഷേ യൂദ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി നമ്മുടെ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഹൈപ്പർ ഗ്രേസുകാരന് അവന് വേറെ ചില കൂട്ടായ്മകളൊക്കെ കാണും. പക്ഷെ അവനോട് ചോദിച്ചാൽ അവനും പറയും അവൻ വേർപെട്ടവനാ, ബോണഗൈന, പെന്തിക്കോസ എന്നൊക്കെ പറഞ്ഞു കളയും. പണ്ട് ദുരുപദേശക്കാരന് വേറെ സഭയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ദുരുപദേശക്കാരനും ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കൂടിയിരിക്കുകയാണ്, നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിലേക്ക് കയറിയിരിക്കുകയാണ്. കൃപയുടെ പേര് പറഞ്ഞാണ്. യു ആർ ഇൻസുലേറ്റഡ് വിത്ത് ഗ്രേസ്. ഈവൻ ഇഫ് യു കമ്മിറ്റ് സിൻ, God is not looking you as a sinner. നീ പാപം ചെയ്താലൊന്നും ദൈവം നിന്നെ കാണുന്നത് ഓൾറെഡി നിന്നെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം നിന്നെ കാണുന്നത് വിശുദ്ധനായിട്ടാണ്. നീ പാപം ചെയ്താലും നീ വിശുദ്ധനാണ്. അതുകൊണ്ടാണല്ലോ പാപം ഏറ്റുപറയണ്ടെന്ന് പറഞ്ഞു കളയുന്നത്. There is no need to confess sin എന്നാണ് ഹൈപ്പർ ഗ്രേസുകാരൻ പറയുന്നത്. നിയമമില്ല എന്നാ പറയുന്നത്. പാപം എന്ന് പറഞ്ഞൊരു സാധനം, കൽപ്പന ഇല്ലെങ്കിൽ കൽപ്പന ലംഘനമില്ലല്ലോ, ഇല്ലേ? കൽപ്പന ഉണ്ടെങ്കിലല്ല കൽപ്പന ലംഘനം വരത്തുള്ളൂ. ഹൈപ്പർ ഗ്രേസുകാരൻ പറയുന്നത് there is no law എന്നാ. പഴയ നിയമം പോയെന്നൊക്കെ അറിയാൻ വയ്യാത്ത നമ്മുടെ ചില പാവങ്ങൾ ഉപദേശിമാരൊക്കെ
കോട്ടയത്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, പഴയ നിയമം ഇല്ല, അത് പോയി എന്നൊക്കെ. ഹൈപ്പർ ഗ്രേസുകാരൻ അതുമല്ല പറയുന്നത്. പഴയ നിയമവും പോയി, യേശുവിൻ്റെ കൽപ്പനകളും പോയെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ യേശു ഗിരിപ്രഭാഷണത്തിൽ നീ നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് ചൂഴ്ന്നു കളക, നിന്റെ കൈ നീ നിനക്ക് ഇടർച്ച വരുത്തുന്നു അത് വെട്ടിക്കള എന്നൊക്കെ പറഞ്ഞതോ? ഇതാണ് ഹൈപ്പർ ഗ്രേസുകാരൻ പറയുന്നത്. അതാ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പറയുമ്പോൾ യേശു ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ആളായിരുന്നു. യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. സുവിശേഷങ്ങളൊന്നും നമുക്ക് വിഷയമല്ല. കാര്യം യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതോടുകൂടെ പഴയ നിയമവും പോയി, യേശു പറഞ്ഞ കൽപ്പനയും പോയി, എല്ലാം പോയി. ഇനി കൽപ്പനയില്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല. നുഴഞ്ഞു കയറ്റക്കാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. വേർപെട്ട സഭകളിലും പഴയ നിയമം വേണ്ടാന്ന് പറയുന്ന എത്രയോ പേരായി കഴിഞ്ഞു. നേരത്തെ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? പാപം ചെയ്ത പ്രശ്നമില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ടായിരുന്നു? ഞാൻ US ചെന്നപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത്, അമ്മച്ചിയല്ല, ചില പ്രായമുള്ള ഒരാളാണ്, എന്നോട് പറഞ്ഞു, സാജു സ്നേഹമുണ്ട്, എന്നോട് സ്നേഹമുള്ള ഒരാളാണ്. അത് സാജു ഇനിയിപ്പോൾ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ചൊന്നും ഇനി ഇവിടെ പ്രസംഗിക്കാൻ പോകണ്ട, എന്താണെങ്കിലും പിള്ളേരെല്ലാം കുടിക്കും, ഇനി നമ്മളായിട്ട് പറഞ്ഞ് വേറെ വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന്. അതുകൊണ്ട് സാജു ഇനി അതിനെക്കുറിച്ച് പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അത് പറയാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഞാൻ പറയേണ്ടത് സാരമില്ല മക്കളെന്ന് പറയാനും ഞാൻ വന്നതിനല്ല. യഥാർത്ഥ സത്യ ഉപദേശം എന്താണെന്നുള്ളത് പറയാനാണ് ഞാൻ വന്നത്. അവിടെയാണ് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം അനിവാര്യമായിരിക്കുന്നത്. കൃത്യമായ ഒരു പോരാട്ടം അനിവാര്യമായിരിക്കുന്നത് അവിടെയാണ്. വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആകാശം ഭൂമിവ മാറിയിടിലും നിൻ വചനങ്ങൾക്കു മാറ്റമില്ല. ആകാശം ഭൂമിവ മാറിയിടിലും നിൻ വചനങ്ങൾക്കു മാറ്റമില്ല. ആരാധ്യനേ പരനാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ഓ ആരാധ്യനേ പരനാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. വഴിയും സത്യവുമായവനേ, അങ്ങയെന്നും ഞങ്ങൾ ആരാധിക്കും. വഴിയും സത്യവുമായവനേ, അങ്ങയെന്നും ഞങ്ങൾ ആരാധിക്കും. രോഗം പ്രയാസങ്ങൾ വന്നിടിലും പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും. രോഗം പ്രയാസങ്ങൾ വന്നിടിലും പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും. മരണത്തെ ജയിച്ചവൻ യേശുവുണ്ട്, കർത്തനാമേശുവൻ അരികിലുണ്ട്. മരണത്തെ ജയിച്ചവൻ യേശുവുണ്ട്, കർത്തനാമേശുവൻ അരികിലുണ്ട്. ആരാധ്യനേ പരനാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. ആരാധ്യനേ പരനാരാധ്യനേ, ആരിലും ഉന്നതനായവനേ. വഴിയും സത്യവുമായവനേ,